എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ടെമ്പേർഡ് ഗ്ലാസും ലാമിനേറ്റഡ് ഗ്ലാസ്സിൽ നോക്കുക. ഇത് നമുക്കൊരു ടെമ്പേർഡ് ഗ്ലാസ് ആണ്, ഇത് വേറെ ടൈപ്പാണ്. അതേപോലെ തന്നെ ഇത് നമുക്കൊരു ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. ഗ്ലാസസ് ഒക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ പലവരും തന്നെ അത് എന്ത് ടൈപ്പ് ഗ്ലാസ് ആണെന്നുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു വെഹിക്കിളിൽ വരുന്ന ഇമ്പാക്ട് എന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കാറില്ല. അപ്പൊ ജസ്റ്റ് ഇത്ര നമുക്കൊരു ടെമ്പേർഡ് ഗ്ലാസ് എന്നുള്ള ആ ഒരു ഇതിൽ വരുള്ളൂ. അതായത് ഒറ്റയടിക്ക് നമുക്കത് പൊട്ടും. പിന്നെ നമുക്ക് ഈ വെഹിക്കിളിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഒരു മാനുഫാക്ചറിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. ഇതെല്ലാം നമുക്ക് ഈ കാണുന്ന ടെമ്പർലൈസ് ഗ്ലാസ് ആണ്. പക്ഷേ നമുക്ക് ഇതേപോലത്തെ ടെമ്പേർഡ് ഗ്ലാസ്സുകൾ നമുക്ക് ഫ്രണ്ടിലേക്കും ഇതേപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനകത്ത് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താണ് ഇമ്പാക്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും നമ്മളിപ്പോ ഈ വെഹിക്കിളിന്റെ ഗ്ലാസസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും ഗ്ലാസസ് ഒക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ പലവരും തന്നെ അത് എന്ത് ടൈപ്പ് ഗ്ലാസ് ആണെന്നുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു വെഹിക്കിളിൽ വരുന്ന ഇമ്പാക്ട് എന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കാറില്ല. അപ്പൊ പലവരും നമുക്കിപ്പോ പ്രൈസിന്റെ വേരിയേഷൻ കൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 40 to 50% വരെ വേരിയേഷൻ വരുമ്പോൾ പലവരും ഗ്ലാസ് സെലക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എക്സാക്ട് ആയിട്ട് മനസ്സിലാക്കിയിട്ടല്ല. അവര് ജസ്റ്റ് മെയിൻ ക്ലാസ് പോയോ അല്ലെങ്കിൽ ബാക്ക് ക്ലാസ് പോയോ അവരപ്പൊ തന്നെ അത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അത് അവർ ചെറിയൊരു പ്രൈസിന് കിട്ടി അവർ ഹാപ്പി ആയിട്ട് യൂസ് ചെയ്യുന്നു. അല്ല, അതിനകത്തൊരു ഹിഡൻ ത്രെട്ട് ഉണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഒരു ടയറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു അത് എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അപ്പൊ അറിയാത്ത ആളുകൾക്കായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തത്. പക്ഷെ നല്ലൊരു വ്യൂസ് നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ പ്രൈസിംഗ് എന്നുള്ളത്, അതിന്റെ വേരിയേഷൻ എന്താണെന്നുള്ളതും, എന്തൊക്കെയാണ് അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി അതിന്റെ ഫസ്റ്റ് വീഡിയോ നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽ കിടക്കാം. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ടായിരിക്കും നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം കിട്ടുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെഹിക്കിളിന്റെ, അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഗ്ലാസ് ഉണ്ട്. അതായത് നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്, അതേപോലെ ലാമിനേറ്റഡ് ആയിട്ടുള്ള ലാമിസേഫ് ഗ്ലാസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് ഒരു ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ ലാമിനേറ്റഡ് ഗ്ലാസ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോ രണ്ട് ലെയർ ആയിരിക്കും. അതായത് നമുക്ക് സെൻട്രൽ ലെയറിൽ നമുക്ക് വന്നിട്ട് ഒരു ലാമിനേറ്റഡ് കോട്ടിംഗ് ഉണ്ടാവും. നമുക്ക് തൊട്ട് രണ്ടപ്പുറത്ത് നമുക്ക് രണ്ട് ടെമ്പേർഡ് ഗ്ലാസിന്റെ കോട്ടിംഗ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് വെഹിക്കിളിന്റെ ഫ്രണ്ട്, അതായത് ബഡ്ജറ്റ് ക്ലാസ് വെഹിക്കിൾസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കിലുമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്ലാസ് വരാറുള്ളത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു ആക്സിഡന്റ് വന്നാലും ഈ ഗ്ലാസ്സുകൾ ഒരിക്കലും തന്നെ തെറിച്ച് നമുക്ക് നമ്മുടെ മേത്തേക്കോ അതേപോലെ തന്നെ നമ്മുടെ കണ്ണിലേക്കോ അങ്ങനത്തെ ഒന്നും തെറിച്ച് നമുക്കൊരു അപകടങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമുക്ക് ഈ ടൈപ്പ് ലാമിസേഫ് ഗ്ലാസ്സുകളുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഈ ലാമിസേഫ് ഗ്ലാസ് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് കണ്ടാൽ തിരിച്ചറിയാന്നുള്ളത് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താം. അപ്പൊ നമുക്ക് ഇതിലുണ്ടാവുന്ന ഇമ്പാക്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവരികയാണ്. അതായത് ഇപ്പൊ നമുക്ക് ആക്സിഡന്റ് ആയിട്ട് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വരിക എന്നുള്ള ഒരു ഇമ്പാക്ട് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് നമുക്കൊരു ഇമ്പാക്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ടൊരു ഇമ്പാക്ട് കൊണ്ടുവരാം. നോക്കിക്കോളൂ. അപ്പൊ ഞാൻ തപ്പത്തിൽ അടിക്കാൻ പോവാണ്. കണ്ടോ, ഇതിനകത്ത് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താണ് ഇമ്പാക്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി നോക്കൂ. അതായത് ഇതിലൊരു ജസ്റ്റ് ഒരു സ്പൈഡർ നെറ്റ് പോലെ ഇതിങ്ങനെ വന്ന് കിടക്കുക ചെയ്യുന്നത്. അതായത് നമുക്ക് ഫുള്ളായിട്ടൊരു ഇമ്പാക്ട് അതിനകത്ത് വരുന്നില്ല. അതായത് നമ്മുടെ നോർമൽ ഗ്ലാസ്സുകളിൽ തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു തട്ട് നമ്മളിപ്പോ ഒരു നോർമൽ ഗ്ലാസ്സിലാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ പൊട്ടി നമുക്ക് അകത്തോട്ട് വരും. അതാണ് നമുക്ക് നോർമൽ ഗ്ലാസ്സിൽ വരിക. പക്ഷെ നമുക്ക് ഇത്തരത്തിലൊരു ഗ്ലാസ്സിൽ അങ്ങനത്തെ ഒരു ഇമ്പാക്ട് വരില്ല. പൊട്ടിയാലും ആ ക്രാക്ക് നമുക്ക് വിസിബിൾ ആയിരിക്കും. പക്ഷെ അത്രയൊന്നും പെട്ടെന്ന് നമുക്കിത് ഉള്ളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് പോവില്ല. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ ലാമിസേഫ് ഗ്ലാസും അതേപോലെ തന്നെ ടെമ്പേർഡ് ഗ്ലാസും തിരിച്ചറിയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വെഹിക്കിളിൽ എവിടെയൊക്കെയാണ് ലാമിസേഫ് ഗ്ലാസ് ഉണ്ടാവുക, എവിടെയൊക്കെയാണ് ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ടാവുക, ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അതിന്റെ കോഡ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് ഒരു മഹീന്ദ്ര സ്കോർപിയോന്റെ ഒരു ഫ്രണ്ട് ഗ്ലാസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ലോഗോ, അതായത് മഹീന്ദ്രയുടെ ലോഗോന്റെ തൊട്ട് താഴെ തന്നെ നമുക്കിപ്പോ ഈ ലാമിസേഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ലാമിസേഫ് LT എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ലാമിനേറ്റഡ് ടൈപ്പ് ഓഫ് ഗ്ലാസസ് എന്ന് പറയാം. ഇത് നമുക്ക് ലാമിനേറ്റഡ് ടൈപ്പ് ഓഫ് ഗ്ലാസസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും ഈ ഗ്ലാസസ് ഒരിക്കലും നമുക്ക് തെറിച്ച് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് തട്ടി അവർക്കൊരു
ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ലാമിസേഫ് ഗ്ലാസസ്. അതായത് ഇതെങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഒരു 2 കോട്ടിംഗ് ഉണ്ടാവും. അതായത് ഇപ്പൊ സെന്ററിൽ വന്നിട്ട് നമുക്ക് ഇപ്പൊ ഈ ടെമ്പേർഡ് ഗ്ലാസ് 2 അതേപോലെ തന്നെ ഈ സെന്ററിൽ വന്നിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലാമിസേഫിന്റെ കോട്ടിങ്ങും ഇതിനകത്ത് ഉണ്ടാവും. അതാണ് നമുക്ക് ഈ ലാമിസേഫ് ഗ്ലാസസിന്റെ പ്രത്യേകത. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് ഈ ഗ്ലാസ്സിൽ ലാമിസേഫ് LT ഉണ്ടാവും, അതേപോലെ ISA മാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉള്ള ഗ്ലാസ് തന്നെ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഫ്രണ്ട് ഗ്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഈ വെഹിക്കിളിലല്ല, അതായത് ഇപ്പൊ നമുക്ക് നോർമലി കാണുന്ന വെഹിക്കിളിലെല്ലാം, അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ വെഹിക്കിൾസിലെ ബഡ്ജറ്റ് ക്ലാസ് വെഹിക്കിൾസിലൊക്കെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടും ബാക്കൊക്കെ ലാമിസേഫ് ആയിട്ടാണ് വരാറുള്ളത്. പക്ഷെ നമുക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കത് ടെമ്പേർഡ് ഗ്ലാസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ടെമ്പേർഡ് ഗ്ലാസ് എന്താണെന്നുള്ളത് നമുക്കിപ്പോ നോക്കാം. അപ്പൊ അത് ഒരു മാരുതി വെഹിക്കിൾ, അതായത് ഒരു സിയാസ് എന്നുള്ള വെഹിക്കിളിന്റെ ഒരു സൈഡ് ഗ്ലാസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പർ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ടെമ്പർ ലൈറ്റിന്റെ ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഗ്ലാസ് ഇവിടെ കാണുന്നത്. അതായത് ടെമ്പേർഡ് ഗ്ലാസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതും ISA മാർക്കിംഗ് ഉള്ള ഗ്ലാസ് ആണ്. അപ്പൊ നമുക്ക് സൈഡിൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ഇമ്പാക്ട് കുറവാകുന്നതുകൊണ്ടും അതേപോലെ ഒരു സേഫ്റ്റി കൂടി കൺസേൺ ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് അഥവാ ലോക്കൊക്കെ ആയി പോയാലും ഈ ആക്സിഡന്റിലൊക്കെ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് അകത്ത് കയറി പാസഞ്ചേഴ്സിനെ രക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടായിരിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള ഗ്ലാസ് ഈ സൈഡിലൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഇതെല്ലാം നമുക്ക് ഈ കാണുന്ന ടെമ്പർ ലൈറ്റ് ഗ്ലാസ് ആണ്. പക്ഷേ നമുക്ക് ഇതേപോലത്തെ ടെമ്പേർഡ് ഗ്ലാസ്സുകൾ നമുക്ക് ഫ്രണ്ടിലേക്കും ഇതേപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത്, നമുക്കിപ്പോ ഇത് കറക്റ്റ് ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒന്നല്ല, എന്നാലും നമുക്ക് എന്താണ് ഇതിന്റെ പരിപാടി എന്ന് നോക്കാം. അപ്പൊ ടെമ്പേർഡ് ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സിംഗിൾ ലെയർഡ് ഗ്ലാസസ് ആയിരിക്കും. അപ്പൊ ഈ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ജസ്റ്റ് ഇത്ര നമുക്കൊരു ടെമ്പേർഡ് ഗ്ലാസ് എന്നുള്ള ആ ഒരു ഇതിൽ വരുള്ളൂ. അതായത് ഒറ്റയടിക്ക് നമുക്കത് പൊട്ടും. പിന്നെ നമുക്ക് ഈ വെഹിക്കിളിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഒരു മാനുഫാക്ചറിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതാണ് ഈ ടെമ്പേർഡ് ഗ്ലാസിന്റെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ആയാലും ഉള്ളിലേക്ക് ഇത് ഇമ്പാക്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ളതെല്ലാം പൊട്ടി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പാസഞ്ചേഴ്സിന് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ 2 ടൈപ്പ് ഗ്ലാസസിന്റെയും നമ്മൾ ഒരു ഏകദേശം വ്യൂ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കാണിച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ഗ്ലാസസ് തിരിച്ചറിയാൻ നമ്മൾ പഠിച്ചു. അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് ഈ ആളുകൾ എപ്പോഴും ഈ ഗ്ലാസസ് അത്തരത്തിൽ തെരഞ്ഞെടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്നോവയുടെ ഗ്ലാസ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഈ ലാമിസേഫ് ഗ്ലാസ് ഇന്നോവ എടുക്കുമ്പോൾ നമുക്ക് അറൌണ്ട് 5500 to 6000 വരെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട് ഗ്ലാസ്സിൽ. പക്ഷെ ഇതേ ഗ്ലാസ് നമുക്കിപ്പോ ഒരു ടെമ്പേർഡ് ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 3000 നമുക്ക് വരുള്ളൂ. അപ്പൊ ഈ ഒരു പ്രൈസ് കാരണമാണ് എപ്പോഴും ഈ ആൾക്കാർ ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എപ്പോഴും ഈ ഗ്ലാസ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ റിസ്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വളരെ നല്ല ക്വാളിറ്റി ഗ്ലാസസ് നോക്കി തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ സെയിൻ കൊബേനോ അല്ലെങ്കിൽ ഇപ്പൊ നല്ല ISA മാർക്കിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഗ്ലാസസ് എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇമ്പാക്ട് നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ്. ഈവൻ നമുക്കിപ്പോ ഒരുപാട് ആക്സിഡന്റിൽ കണ്ണടക്കം ഡാമേജ് ആയി പോയ ആളുകളുണ്ട്. അതായത് ഒരുപാട് ഇഞ്ചുറീസ് ചിലപ്പോൾ ചെറിയൊരു ഇമ്പാക്ട് ആണെങ്കിൽ ഈ ഗ്ലാസ് വന്ന് തട്ടിയിട്ട് തന്നെ നല്ലൊരു ഇമ്പാക്ട് ആക്സിഡന്റിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഈ റേറ്റ് കൺസിഡർ ചെയ്ത് നിങ്ങൾ ഗ്ലാസ്സുകൾ എടുക്കരുത്. അത് ഈവൺ ഒരു 3000 4000 എക്സസ് കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ നല്ല ഗ്ലാസ്സുകൾ എടുത്ത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെഹിക്കിളിൽ ഇത്തരം ഗ്ലാസ്സുകളാണോ നിങ്ങളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സെല്ലിങ്ങിന്റെ സമയത്ത് ചിലപ്പോൾ ഒരു ബഡ്ജറ്റ് എല്ലാം കണക്കാക്കി ചെയ്തതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് ലാമിനേറ്റഡ് ഗ്ലാസ് തന്നെ ആയിരിക്കണം അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ചെയ്യണം. അങ്ങനെ ചെയ്താലേ നമുക്കത് സേഫ്റ്റി ആവുള്ളൂ. അല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വെഹിക്കിളിൽ എന്ത് ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് കിടക്കുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ യൂസ്ഡ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇനി ഗ്ലാസ്സുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്താ നോക്കാം. എപ്പോഴും നമ്മൾ അതിന്റെ ബീഡിങ്സ് പ്രോപ്പർ ആയിട്ട് ചേഞ്ച് ചെയ്യുക. അത് പുതിയ ബീഡിങ് തന്നെ യൂസ് ചെയ്യുക. നല്ല സീലന്റ് യൂസ് ചെയ്യുക. അതേപോലെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക. അത് നല്ല അയക്കുമ്പോഴാണെങ്കിലും റിമൂവ് ചെയ്യുമ്പോഴും അതിന്റെ ബീഡിങ് റിമൂവ് ചെയ്യുമ്പോഴും എല്ലാം നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. പ്രൈസ് കൺസിഡർ ചെയ്യരുത്. പ്രൈസ് കൺസിഡർ ചെയ്യണം. അത് നമ്മൾ എടുക്കുന്ന ഗ്ലാസിന്റെ മാർക്കറ്റ് പ്രൈസ് കൺസിഡർ ചെയ്യണം. പക്ഷെ നമ്മൾ അതിൽ ക്വാളിറ്റിയിൽ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം വെച്ചാൽ ഇരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പൊ ഒരിക്കലും തന്നെ നിങ്ങൾ അതിൽ ഒരു എമൗണ്ടിൽ ഒരു കാര്യം നോക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രൈസ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടാണ്. ഈ ഒരു ഗ്ലാസ് നമ്മൾ പിടിപ്പിച്ചിട്ട് നമുക്ക് പോലും സേഫ്റ്റി ഇല്ലാത്തൊരു ഗ്ലാസ് നമ്മൾ പിടിപ്പിച്ചിട്ട് യാത്ര ചെയ്യാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു കല്ല് വന്നടിച്ചാലോ അല്ലെങ്കിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായാൽ പോലും എന്താണ് നമുക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാണ് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ എല്ലാവരും ആ ഗ്ലാസിന്റെ കാര്യത്തിൽ എപ്പോഴും സേഫ്റ്റി കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഗ്ലാസസിൽ, അതായത് നമുക്ക് ഈ ലോക്കൽ ഗ്ലാസസ് യൂസ് ചെയ്യുമ്പോഴുള്ള വേറൊരു പ്രശ്നമുണ്ട്. അതായത്
നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഈ വിൻഷീൽഡ് നമുക്കിപ്പോൾ ചെറിയൊരു മഴ അടിച്ചാൽ പോലും നമുക്ക് ക്ലീൻ ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണും. അതേപോലെ നമുക്ക് പെട്ടെന്ന് ഫംഗസ് നമുക്ക് പിടിക്കാറുണ്ട്. ഫംഗസ് വാട്ടർ മാർക്കിംഗ് നമുക്ക് വേറെ വരാൻ പറ്റും, വേറെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഇതിൽ നമ്മൾ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസസ് ലോ ക്വാളിറ്റി ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ക്ലീൻ ചെയ്താലും വൃത്തിയാവാത്ത പോലുള്ള ഇത് വരും. അതേപോലെ തന്നെ സ്ക്രാച്ചസ് വരും. അതേപോലെ പെട്ടെന്ന് ക്രാക്കുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ലോക്കൽ ഗ്ലാസസ് യൂസ് ചെയ്യുമ്പോഴുള്ള മറ്റ് ഇമ്പാക്ട്സ്. അപ്പൊ ഇനി നല്ല ഗ്ലാസ് ഇട്ടുകൊണ്ട് മാത്രമായില്ല, ഇനി നമ്മൾ അതിനെ എങ്ങനെ നന്നായി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും ഈ വാട്ടർ ഡാമേജസ് കൂടുതലായിട്ട് ഗ്ലാസ്സിലേക്ക് വരുന്നത്, ഞാൻ കാണിച്ചു തരാം വാട്ടർ ഡാമേജ് എന്താണെന്നുള്ളത്. അത് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ എന്താ വെച്ചാൽ ഈ ബോർ വെള്ളം, അതേപോലെ കുറച്ച് ഹാർഡ് വാട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള വാട്ടർ മാർക്കിംഗ് വരുന്നത്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള വെള്ളം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അത്യാവശ്യം നമ്മൾ മഴയൊക്കെ കൊണ്ടുവന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് നിർത്താൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ വൈപ്പർ ബ്ലേഡ് വന്നിട്ട് നമ്മൾ പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യാം. നമുക്ക് അറൌണ്ട് ഒരു 600-700 ഒക്കെ നമുക്ക് വരുള്ളൂ. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ, നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് ഞാനൊരു വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം, എങ്ങനെയാണ് വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതും കൂടി ചെയ്താൽ നമുക്ക് സ്ക്രാച്ചസിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ടിപ്പും കൂടി തരാം. അതായത് നമ്മളിപ്പോ വിൻഷീൽഡ് ക്ലിയർ ആയിരിക്കാൻ നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ വിൻഷീൽഡ് ക്ലീനിങ്ങിന് ഒരു ലിക്വിഡ് കിട്ടും. അത് നമ്മൾ ജസ്റ്റ് വിൻഷീൽഡ് വാഷർ നമുക്ക് ഫ്രണ്ട് ബോണറ്റ് തുറന്ന് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഈ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ്, അതായത് നമ്മൾ വെഹിക്കിൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വാട്ടർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സോപ്പി സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ അതും നമുക്കൊരു ഗ്ലാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ വൈപ്പർ ഒക്കെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ജസ്റ്റ് ഈ വൈപ്പർ അങ്ങനെ ആക്കുക. അതായത് കഴിഞ്ഞാൽ നമ്മൾ ഈ ജസ്റ്റ് ഇവിടുത്തെ നമ്മൾ തൊട്ട് നോക്കുക. ഇവിടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടീയേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെറിയൊരു കീറലുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഗ്ലാസസിൽ നമുക്ക് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് എങ്ങനെയാണ്, ഇതിന്റെ നമുക്ക് ഒരുപാട് ഹാർഡ് ആയിട്ടുണ്ടോ, ഈ റബ്ബർ ഹാർഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് ഹാർഡ്നെസ് നിങ്ങൾ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലെസ് ദാൻ 1000, 600-700 നമുക്ക് വരുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് യൂട്യൂബ് ചെക്ക് ചെയ്യാൻ തന്നെ അറിയാം. അത് ഞാൻ എന്തായാലും നമ്മളിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അത് എങ്ങനെയാണ് വൈപ്പർ ബ്ലേഡ് നമുക്ക് സ്വന്തമായിട്ട് മാറ്റാന്നുള്ളതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് ഈ ഗ്ലാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.